കാസർഗോഡ് മാത്രമല്ല ഇങ്ങ് കോഴിക്കോട് ബാലുശ്ശേരിയിലും ഒരു അമ്മയും മകനും ജനവിധി തേടുന്നുണ്ട്. കൊട്ടൂർ പഞ്ചായത്തിലേക്ക് അമ്മ ഷീബ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ മകൻ അർജുൻ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. MS സനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടുനോക്കുക. നാടും നഗരവുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് അമരുമ്പോൾ കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഊരാണ്ടിയിൽ വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിലെ 2 സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് അമ്മയും മകനുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മകൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ അമ്മ പഞ്ചായത്തിലെ വാർഡിലേക്കാണ് മത്സരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും നമുക്കൊപ്പമുണ്ട്. അർജുനാണ്, KSUവിന്റെയൊക്കെ സജീവ പ്രവർത്തകനായ അർജുനാണ്. അർജുൻ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്നത്. എങ്ങനെയാ, കന്യാംഗമാണോ? എങ്ങനെയാണ്? ആദ്യത്തെ മത്സരമാണ്. യുവാക്കൾക്ക് പാർട്ടി സീറ്റ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ട്. KSU സംസ്ഥാന ഭാരവാഹികൾക്ക് എല്ലാവർക്കും, അധിക ആളുകൾക്കും, പഞ്ചായത്തിലും ഒക്കെ സജീവമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും സീറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടി യുവാക്കളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതിന്റെ ഭാഗമായിട്ട് കൈപ്പച്ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടി. അമ്മ ഇവിടെ കഴിഞ്ഞ തവണയും ഇവിടുത്തെ ജനകീയമായ സ്ഥാനാർത്ഥിയായി UDF അതിന് പിന്തുണ കൊടുക്കുകയാണ്. ഇത്തവണയും ഒറ്റപ്പേര്, അമ്മയുടെ പേര് മാത്രമാണ് ഈ വാർഡിൽ വന്നത്. മുൻപൊക്കെ അമ്മയുടെ പ്രചരണത്തിന് പോകുമായിരുന്നു. എങ്ങനെയായിരുന്നു? സജീവ വളരെ ചെറുപ്പം മുതൽ തന്നെ, സ്കൂളൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഇവരുടെയൊക്കെ കൂടെ പിന്നെ UDFന്റെ ഇലക്ഷൻ പ്രചരണമൊക്കെ പോകാനും, കഴിഞ്ഞ തവണ അമ്മ മത്സരിച്ച സമയത്ത് ഇലക്ഷൻ കമ്മിറ്റീന്റെ ഒക്കെ ഭാഗമായിട്ട് അതുപോലെ തന്നെ മുഴുവൻ വീടുകളും കയറാനും എല്ലാ പരിപാടികൾക്കുണ്ട്. ഈ തവണ അത് അമ്മയുടെ കൂടെ ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമമുണ്ട്. എന്നാലും മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ ഒരു കന്യാംഗത്തിന് ഇറങ്ങുന്നതിന്റെ ഒരു ആവേശത്തിലാണ്. ഒരു വീട്ടിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് തന്നെ വലിയ പാടാ അല്ലെ? അപ്പം 2 സ്ഥാനാർത്ഥികളാണ് നിങ്ങളുടെ വീട്ടില്. അതെ. എങ്ങനെയാണ് നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷം? സന്തോഷമാണ്. കാരണം ഒരു വീട്ടിൽ നിന്ന് 2 ആളെന്ന് പറഞ്ഞ കൗതുകകരമായ ഒരു വാർത്തയാണ്. അതുകൂടാതെ അവൻ ചെറുപ്പം തൊട്ടേ അതായത് ഈ സൈക്കിളിൽ കൊടി കെട്ടി പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന കാലം തൊട്ടേ അവനൊരു ഈ രാഷ്ട്രീയത്തിൽ, അതായത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്. അത് കഴിഞ്ഞ് സ്കൂളുകളിലാണെങ്കിൽ, സ്കൂളിൽ പോയി ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതിനും, അപ്പോൾ അവിടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ നിന്ന് വിളി വരും, പെട്ടെന്നൊന്ന് ഇങ്ങോട്ട് വരണം, അർജുന്റെ അമ്മയാണെങ്കിൽ ഇവിടെ ഓഫീസിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, സമരമാണ്. അങ്ങനെ എത്രയോ പ്രാവശ്യം ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ അത് തുടർന്ന് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. പിന്നെ സന്തോഷമേ ഉള്ളൂ. കാരണം സ്കൂളിൽ ഇവൻ സമരത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ, പഠനത്തിലൊന്നും ഒരിക്കലും മോശമായിട്ടില്ല. നല്ല ഇതിൽ തന്നെയാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ തന്നെ ആയിപ്പോയി, അത്ര ഒരു അതില് സന്തോഷമാണോ വിഷമാണോ ഉള്ളത്? സന്തോഷമുണ്ട്. കൂട്ടത്തിൽ അവന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ സർക്കാർ ജീവനക്കാരായി മാറുന്ന സമയത്ത്, PSC പരീക്ഷയൊക്കെ എഴുതി പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനല്ല. കാരണം ജനസേവനോ അല്ല, അതൊരു പ്രശ്നമല്ലേ? ഈ ആളുകളൊക്കെ ആഗ്രഹിക്കുക മക്കൾ നല്ല രീതിയിൽ പോകണം എന്നുള്ളതാണ്. നല്ല രീതിയിൽ പോകുന്നല്ല, സമരമാണ്, പോലീസായി, കേസായി, അല്ലെ? അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമ്മളെ സമൂഹത്തിന് കൊടുക്കുന്ന നമുക്ക് നമ്മളതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ചെയ്യണമെന്ന്, പിന്നെ ഒരു ജനാധിപത്യ പോരാട്ടങ്ങളിൽ ഉണ്ടാവണം എല്ലാ കാലങ്ങളിലും. നമ്മൾ അങ്ങനെ പൊളിറ്റിക്സ് എന്നതിലുപരി വിദ്യാസംഘടനാ പ്രവർത്തനങ്ങളിലാണ് വന്നത്. അപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ പ്ലസ് വൺ വിഷയമായാലും ആ സമയത്തൊക്കെ ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു ജീവിതത്തിലെ നല്ലൊരു രീതിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ അങ്ങനെ പോകുമ്പോഴൊക്കെ എന്താ തോന്നുന്നു? ഈ വലിയ സമരങ്ങളൊക്കെ വരുമല്ലോ, ഈ പോലീസിന്റെ ലാത്തി ചാർജ് അല്ലെങ്കിൽ ജയിലിൽ ഇടുക, അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു? ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം എന്നെക്കാൾ വരെ എന്റെ അച്ഛനാണ് ഈ വാർത്തയൊക്കെ കാണുന്ന സമയത്ത് അച്ഛൻ എങ്ങനെ വിളിക്കും, വാർത്തയിൽ കാണുന്നുണ്ടല്ലോ. പിന്നെ അവർക്ക് കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അങ്ങനെ മോനെങ്ങനെ തൂക്കിക്കൊണ്ടുപോകുന്നത് കാണാം, ജയിൽവാസാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ, അല്ല ഫോൺ ഈ TV കൂടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നതൊക്കെ കാണുമ്പോ ഒക്കെ അപ്പൊ അച്ഛൻ എങ്ങനെ വിളിക്കും, അമ്മയാണെങ്കിൽ കരയും. പക്ഷെ ഇപ്പൊ അറിയാം എല്ലാവർക്കും. ഇപ്പൊ ആ ഒരു പഴയ പ്രശ്നമില്ലേ? ഈ നേതാവായി വരുംതോറും ആയിരിക്കും ആ പ്രശ്നം മാറുന്നല്ലേ? അങ്ങനെ ചോദിച്ചാൽ അതെ. പിന്നെ അതല്ല, നമുക്ക് എന്തോ പറയാനല്ലേ, ഒരുപാട് കഴിഞ്ഞാലൊരു തക്കം വരികയെന്നുള്ളൊരു ഇത് പറയൂലേ. അപ്പം പണ്ട് എനിക്ക് പേടിയായിരുന്നു, ഇപ്പൊ കുറഞ്ഞു ഇങ്ങനെ പേടി എന്നാലും ഉണ്ട്. വലിയ സമരത്തിലും അങ്ങനത്തിലൊക്കെ പോകുമ്പോ എനിക്ക് പേടിയുണ്ട്. ഇപ്പൊ എവിടെ നമ്മൾ കാണുന്നല്ലേ, പത്രങ്ങളിലൊക്കെ കാണുന്നല്ലേ. ഇനിയിപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ പിന്നെ കുഴപ്പമില്ല, ഒരു സ്ഥാനമായി അല്ലേ? അതെ, സ്ഥാനമായി. രാഷ്ട്രീയം മാത്രമായിട്ടല്ല, അവനൊരു സഹകരണ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവന്റേതായ കാര്യങ്ങളൊന്നും അവനാരെയും ബുദ്ധിമുട്ടിക്കുന്നതൊന്നുമല്ല. ഒരു ഉപജീവന മാർഗമായിട്ടൊന്നും എടുത്തല്ല രാഷ്ട്രീയം. അവനൊരു സഹകരണ ബാങ്കിൽ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നയാളാണ്. ഈ ആരുടെ ജയത്തിനാ കൂടുതൽ ആഗ്രഹിക്കുന്നത്?
രണ്ടുപേരും ജയിക്കണം എന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഞാൻ എന്റെ മകൻ ജയിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മമാരെപ്പോഴും അങ്ങനെയാണ് അതെ അതെ, അമ്മമാരെപ്പോഴും എനിക്കും ജയിക്കണം, അതായത് എന്റെ വാർഡില് ജയിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലൊരു പടി മുകളിൽ നിൽക്കുന്ന എനിക്ക് എന്റെ മകൻ ജയിച്ചു വരണം എന്നുണ്ട്. അർജുൻ എങ്ങനെ? അർജുന ഈ അമ്മ പറയുന്ന പോലെ തന്നെയാണോ? രണ്ടുപേരും ജയിക്കണം എന്ന് തന്നെ ആഗ്രഹം. രണ്ടും നമുക്ക് വളരെ അത്യാവശ്യമായ സീറ്റുകളാണ്. ഇത് ഇവരൊക്കെ മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടറിയാം. നമ്മൾ കുറെ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം അമ്മ ഇവിടെ മത്സരിച്ച് അന്ന് ഒരു 350ഓളം ഭൂരിപക്ഷം അതിന്റെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ 82ലേക്ക് ചുരുക്കി. അന്ന് ആ മത്സര റിസൾട്ട് വന്ന അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് അടുത്ത തവണ ജനറൽ സീറ്റ് ആയാലും പിന്നെ അമ്മ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥി ചെയ്യുന്നത്. അന്ന് നമ്മൾ തീരുമാനിച്ചാണ്. അത് ഐക്യകണ്ഠേന ഈ സമയത്തും വന്നു. അപ്പോൾ ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ വളർന്ന രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്ന എന്നെയൊക്കെ കൈപിടിച്ച് ഇവരൊക്കെ കൊണ്ടുവന്ന ഒരു മണ്ണാണ്. ഈ മണ്ണിൽ നമ്മളൊരു ഈ രാഷ്ട്രീയ പോരാട്ടം നമ്മൾ വിജയിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഡിവിഷൻ വലിയ ഈ സംഘടനാ രംഗത്തൊക്കെ ഉള്ള സമയത്തും ഈ പഞ്ചായത്തിലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡിവിഷൻ തന്നെയാണ്. ആ ഡിവിഷനിലെ ആളുകളും വലിയ സന്തോഷത്തിലാണ്. ഇന്നലെയൊക്കെ കുടുംബസംഗമങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല ഒരു റെസ്പോൺസാണ് എല്ലാവരും കിട്ടുന്നത്. എല്ലാ രാഷ്ട്രീയ അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ, ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ കക്ഷിയുള്ള ആളുകളൊക്കെ പിന്നെ ഇന്നലെയൊക്കെ എൻ്റെ പോസ്റ്ററൊക്കെ വന്നപ്പോൾ, പ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ എല്ലാവരും അതിലൊന്നും ഒരു രാഷ്ട്രീയം കാണിക്കാതെ എല്ലാവരും പിന്നെ സപ്പോർട്ടോടെ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പം പിന്നെ വിജയിച്ചു വരാമെന്നുള്ള ഉറച്ച പ്രതീക്ഷയുണ്ട്. അമ്മയും വിജയിക്കും, ഞാൻ കോട്ടൂർ ഡിവിഷനിലും വിജയിക്കും എന്നുള്ള എന്നെയാണ് പ്രതീക്ഷ. ആരാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ പിന്തുണയ്ക്കുന്ന? അമ്മ തന്നെയാണോ അതോ അച്ഛൻ? ഇങ്ങനെ എതിർപ്പുണ്ടായിരുന്നോ ആദ്യമൊക്കെ? എതിർപ്പ് എന്ന് പറഞ്ഞാല് പിന്നെ ഇങ്ങനെ ദിവസവും സമരവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും സംഘടനാ രംഗത്ത് ഒരു തവണ പോലും രണ്ടാളുടെ ഭാഗത്തു നിന്നും പോകരുത് എന്നുള്ള ഒരു വാക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും വലിയ വിജയം രണ്ടുപേർക്കും കിട്ടും. നിങ്ങളുടെ നാവ് പൊന്നാട്ടെ. അമ്മ എങ്ങനെയാണ് ഈ ഉഷാറായിട്ട് പോകുന്നുണ്ടോ പ്രചരണമൊക്കെ? പ്രചരണമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതാ പിന്തുണയ്ക്കാൻ ഇവരെല്ലാവരും രാവിലെ തന്നെ എത്തും. എല്ലാവരും പരിപൂർണ പിന്തുണയോടുകൂടി എന്റെ കൂടെ ഉണ്ട്. എന്തായാലും രണ്ടുപേരും വിജയിക്കുമെന്നാണ് ആഗ്രഹം. കോട്ട, അതായത് LDF വിജയിച്ച വാർഡിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നന്നേ കുറച്ച ആളാണ് അമ്മ. ഒപ്പം കോൺഗ്രസിന്റെ LDF സിറ്റിംഗ് വാർഡാണ്. അവിടെ കോട്ട പിടിച്ചടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അർജുനുമുള്ളത്.